അഖിൽ പോൾ, അനസ് ഖാൻ രണ്ടുപേരും ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത ഐഡന്റിറ്റി 2025 ആദ്യ റിലീസ് ചിത്രമാണ്. വളരെ വളരെ മോശമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ടെക്നിക്കലി ചിലപ്പോൾ അടിപൊളിയായിരിക്കും, നല്ലതായിരിക്കും, പക്ഷേ സ്ക്രിപ്റ്റ് വളരെ മോശമെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല. ആദ്യം സിനിമ തുടങ്ങിക്കഴിഞ്ഞ് അവസാനം വരേക്ക് ഇതാണ് അവസ്ഥ. നമ്മളിങ്ങനെ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കും പഴയ സീനും ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഈ കണക്ഷൻ കിട്ടുക എന്നുള്ള സംഭവം. അങ്ങനെ കണക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമുക്കിങ്ങനെ മൊത്തത്തിൽ പ്രശ്നം വരുമ്പം അത് സിനിമയുടെ മൊത്തം പ്രശ്നമായിട്ട് മാറുകയാണല്ലോ. അപ്പം ഇതാണ് സിനിമയ്ക്ക് മെയിൻ പ്രശ്നം. അത് സിനിമയുടെ തന്നെ വൻ പരാജയമാണ്. ടെക്നിക്കലി ചിലപ്പോൾ ടോപ്പ് നോച്ച് ആയിരിക്കും, അങ്ങനെ ആണെങ്കിൽ കൂടിയും സ്ക്രിപ്റ്റ് ഓക്കെ അല്ലെങ്കിൽ കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സിനിമയിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറെ കുത്തി നിറച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള സംഭവമാണ് ടോവിനോ ചെയ്യുന്ന നായക കഥാപാത്രം. ഈ നായക കഥാപാത്രത്തിന്റെ പെർഫെക്ഷൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഈ പെർഫെക്ഷന്റെ പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ടും ഇവരിതിനെ കുറിച്ച് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഒക്കെ ഒരേ ആൾക്കാരാണല്ലോ. അപ്പൊ ഇവരിതിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് കുറേ നോളജ് കുത്തി നിറയ്ക്കുന്നുണ്ട്. പെർഫെക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം കുറെ ഡിസോർഡറിനെ കുറിച്ചൊക്കെ കുത്തി നിറച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ക്യാരക്ടർ അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒരുപാട് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ റൈറ്റേഴ്സിന് അതൊക്കെ കൂടി ഈ സ്ക്രിപ്റ്റിലേക്ക് കുത്തി നിറയ്ക്കാനുള്ള ടെൻഡൻസി വരും. ആ ടെൻഡൻസിയുടെ കുറച്ച് കൂടി രൂപമായിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ വെറുതെ കുറെ അനാവശ്യ കാര്യങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചു. സെക്കൻഡ് ഹാഫ് അങ്ങ് എത്തുമ്പോഴേക്കും ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളോ ഇവർ കുത്തി നിറച്ച് നമ്മൾ പഠിപ്പിക്കാൻ നോക്കിയ കാര്യങ്ങളോ ഒന്നായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ ടോവിനോയുടെ ഈ ക്യാരക്ടറിന്റെ പെർഫെക്ഷന്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് സിനിമയുടെ അവസാനമാകുമ്പോൾ പെർഫെക്ഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്തിനാണ് ഇത്രയും പറഞ്ഞു വെച്ചത്? അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റണം. സിനിമയുടെ അവസാനമായപ്പോൾ ടോവിനോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറി. അതുപോലെ തന്നെ തൃഷയുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടറിലൂടെ പറയുന്നുണ്ട്. കുറേ നോളജ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അറിയാത്ത രോഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനമായപ്പോൾ തൃശ്യമില്ല, ആരും ഇല്ല. അപ്പൊ അതൊക്കെ സിനിമയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് സ്ക്രിപ്റ്റിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അഖിൽ പോൾ ആണെങ്കിലും അനസ് ഖാൻ ആണെങ്കിലും ഇവർ മുൻപ് ചെയ്തിട്ടുള്ളത് ഫോറൻസിക് ആയിരുന്നു. ഫോറൻസിക് ഇതേപോലെ രണ്ടുപേര് ചേർന്ന് എഴുതിയിട്ട് പോലും ഒരുപാട് ലോജിക്കൽ ഇഷ്യൂസ് കൊണ്ടുവന്നിട്ടുള്ള മൂവിയാണ്. അപ്പൊ ഇതിനകത്താണെങ്കിൽ രണ്ടുപേരും ചേർന്ന് എഴുതിയിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും വരുന്നുണ്ട്, ലോജിക്കൽ ഇഷ്യൂസ് ഒക്കെ വേറെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രശ്നം കൊണ്ടുവരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ രണ്ടുപേരും ചേർന്നിട്ട് എങ്ങനെയാണ് ഇത്രയും മണ്ടത്തരങ്ങൾ ചെയ്ത് വെക്കുന്നതെന്നാണ്. രണ്ടുപേരൊക്കെ ചേർന്ന് എഴുതുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരേണ്ട സാധനമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ചേർന്നാൽ കുറേ ഇഷ്യൂസ്, കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ഇവരുടെ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകതയാണ്, അത് ഇതിനകത്ത് നന്നായിട്ട് കാണാനുണ്ട്. പിന്നെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ടോവിനോയും അതുപോലെ തന്നെ തൃശ്യയാണ്. അപ്പൊ തൃശ്യയെ പോലെ ഒരു ആർട്ടിസ്റ്റിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ മലയാളത്തിൽ വളരെ വല്ലപ്പോഴൊക്കെ അഭിനയിക്കുന്ന നായികയാണ്. മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹേജൂഡ് ആയിരുന്നു, നിവിൻ പോളിയുടെ കൂടെ. അതിനുശേഷം നമ്മുടെ ലാലേട്ടന്റെ കൂടെ റാം മൂവി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റാം പുറത്തിറങ്ങിയിട്ടില്ല, അത് പെട്ടി കിടക്കുകയാണ്. അതിനുശേഷം ചെയ്യുന്ന സിനിമയാണിത്. വല്ലപ്പോഴും മാത്രം ഇവിടെ വരുന്നൊരു തെന്നിന്ത്യൻ നായികയെ കൊണ്ടുവന്നിട്ട് ഇത്രയും പ്രതിഫലമൊക്കെ കൊടുത്തിട്ട് ഇവർക്കൊന്നും ഇതിനെ മാത്രം ചെയ്യാനില്ല. ഇത് ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റും. മലയാളത്തിലെ ഏത് നായികയ്ക്കും വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. തൃശ്യ വേണമെന്നൊരു നിർബന്ധമില്ല. തൃശ്യ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്തിനാണ് തൃശ്യ ഇത്രയും പ്രതിഫലം കൊടുത്ത് കൊണ്ടുവന്നത് എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നായകന്റെ കാര്യം, ടോവിനോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കഥാപാത്രം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ടോവിനോ വളരെ നല്ല ആക്ടറാണ്, ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ടോവിനോയെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുത്തു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ടോവിനോയുടെ ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മുടെ ലാലേട്ടനെ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളി സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ടോവിനോയുടെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആവർത്തന വിരസത ഫീൽ ചെയ്യുന്നുണ്ട്, അഭിനയത്തിലാണെങ്കിൽ പോലും. ഇപ്പൊ ഈ ഒരു കഥാപാത്രം പറയുന്ന സമയത്ത് പോലും തുടക്കത്തിൽ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് ആ ഒരു സംഭവം ഡിസോർഡർ ഒക്കെ കാണിക്കുകയാണ്. അപ്പൊ അത് കാണിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലാണ്ട് ടോവിനോയുടെ ബോഡി, ടോവിനോയുടെ മസിലൊക്കെ കാണിച്ച് അതിലേക്കാണ് കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ അഭിനയത്തെക്കാൾ കൂടുതലായിട്ട് ടോവിനോയുടെ ബോഡി കാണിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ പ്രധാന പ്ലോട്ട്, ആ പ്ലോട്ട് എന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ചു പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് പ്രേക്ഷകർക്ക് കണക്ഷൻ കിട്ടാത്ത ഒരു അവസ്ഥ തന്നെയാണ് സിനിമയിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ സിനിമയിൽ വിനയ് റായ് ആണ് വില്ലൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. വിനയ് റായുടെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ഒന്നും പറയാനില്ല. തരക്കേടില്ലാണ്ട് തന്നെ ടോവിനോയുടെ കൂടെ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു കഥാപാത്രം അയാൾ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ടോവിനോയുടെ കൂടെ സമാസമം നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ ആകെ എടുത്ത് പറയാൻ പറ്റുന്ന സംഭവം ഇതിന്റെ അവസാനത്തിൽ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഫ്ലൈറ്റിലൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് വരുന്നത്. അതിപ്പോൾ ആർട്ട് വർക്ക് ആണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും
VFX ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ച സംഭവമാണ്. ആ ഫ്ലൈറ്റ്, ആ ഒരു വിമാനരംഗം, ശരിക്കും ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് സിനിമ ആവശ്യമായിട്ട് ഒരുപാട് വഴികളിലൂടെ പോയിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചത്. പക്ഷെ ഇവർ പറയാൻ ഉദ്ദേശിച്ച അവസാനം എന്താണോ അത് നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് സിനിമയ്ക്ക് ആകെയുള്ള ഒരു പ്ലസ് പോയിന്റ്. പിന്നെ അജു വർഗീസ്, ഷമ്മി തിലകൻ, അർച്ചന കവി, വിശാഖ് നായർ, ഇവരൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അർച്ചന കവി കുറെ കാലത്തിന് ശേഷമാണ് സ്ക്രീനിൽ ഇതുപോലൊരു കഥാപാത്രം ചെയ്യുന്നത്. നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അജു വർഗീസ് തരക്കേടില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തൃശ്ശയാണ് നായകെങ്കിൽ കൂടി അവർക്ക് സ്ക്രീൻ ടൈം ഒക്കെ വളരെ കുറവാണ്. കഥാപാത്രത്തിനുള്ള പ്രാധാന്യം തന്നെ വളരെ കുറവാണ്. അതാണ് സിനിമയിൽ ഏറ്റവും വലിയ നിരാശ തരുന്ന മറ്റൊരു കാര്യം. സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ നിരാശ തരുന്ന കാര്യം തൃശ്ശയുടെ ആ ഒരു ക്യാരക്ടറും അവരുടെ ആ ഒരു പെർഫോമൻസും തന്നെയാണ്. ആ ഒരു വിചാരിച്ച ഇമ്പാക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അഖിൽ ജോർജ് ആണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വർക്കിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട സംഭവമാണ് ആ ഒരു ഫ്ലൈറ്റിലെ രംഗങ്ങളും കാര്യങ്ങളൊക്കെ. വളരെ നല്ല രീതിയിൽ വളരെ ഹോളിവുഡ് സ്റ്റൈൽ തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. കട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് സാറ ബെലല്ല, യാനിക് ബെൻ, രണ്ടുപേരും ചേർന്നാണ്. സിനിമയിലെ അവസാനത്തെ ആ ഒരു ഫ്ലൈറ്റിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ആകെ എടുത്ത് പറയാൻ പറ്റുന്ന സംഭവം ഈ ഒരു ആക്ഷനും ഈ ഒരു ഫ്ലൈറ്റ് രംഗങ്ങളും തന്നെയാണ്. അത് അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ടൊവിനോ എന്ന് പറയുന്ന നടന് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ARM സിനിമയ്ക്കകത്തൊക്കെ ടൊവിനോ പെർഫോം ചെയ്ത് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പെർഫോമൻസ് കൊണ്ടൊന്നും ഞെട്ടിക്കാൻ പറ്റിയിട്ടില്ല. ടൊവിനോയുടെ കഥാപാത്രത്തെക്കാൾ കൂടുതലായിട്ട് ഇദ്ദേഹത്തിന്റെ ബോഡി, മസിൽസ്, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തി സ്ക്രിപ്റ്റ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കിയിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി നല്ലതാവുമായിരുന്നു. ഒരു കണക്ഷനും കിട്ടാത്തൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് പ്രേക്ഷകരെ മൊത്തത്തിൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. സോ 2025 തുടക്കം എന്ന് പറയുന്നത് തന്നെ സിനിമയുടെ കാര്യത്തിൽ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്.